ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 30/10/2025 വ്യാഴാഴ്ച 25,891 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 25,863 എന്ന ലെവലിലാണ്. ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു 27 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ആണ് നമുക്ക് ലഭിച്ചത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു 240 പോയിന്റിന്റെ മൂവ്മെന്റ് ഓൾമോസ്റ്റ് നിഫ്റ്റി ഇന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ 1 മിനിറ്റ് പരിശോധിക്കുമ്പോൾ ഒരു ഗ്യാപ് ഡൗൺ തന്നെങ്കിലും വളരെ പെട്ടെന്ന് ഒന്ന് മുകളിലോട്ട് പോയി. എന്നാൽ അതേ ക്യാൻഡിൽ തന്നെ വളരെ ഫാസ്റ്റായി ഒരു സെല്ലിംഗ് പ്രഷർ വന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ടാർഗറ്റായി ലഭിക്കേണ്ടിയിരുന്ന 25,844 ബ്രേക്ക് ചെയ്യുന്നത് കാണാമായിരുന്നു. എന്നാൽ പിന്നീടുള്ള ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. ആ തരത്തിൽ ചിന്തിച്ചവർക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തിരുന്നെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 26,065 എന്ന ലെവലിന് 26,053 എന്ന ലെവൽ വരെ മാത്രം ടെസ്റ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് അവിടുന്ന് സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് മാറുകയായിരുന്നു. ഇവിടെ വീണ്ടും ഈ ലെവലിന് മുകളിലോട്ട് പോവാതെ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ അത് ഈ സപ്പോർട്ട് ലെവലിലേക്ക് വന്നേക്കാം എന്ന് കരുതി ഇവിടെ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നത് തിരിച്ചറിഞ്ഞ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് അതിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം എന്ന് കരുതിയവർക്ക് ആക്ച്വലി നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഇത്തരം ഒരു മൂവ്മെന്റ് ലഭിച്ചതുകൊണ്ട് ഈ ഏരിയയിൽ നിന്നും ഒരു സപ്പോർട്ട് എടുത്ത് ഒരു അപ്പ് മൂവ് തന്നേക്കാം എന്നതാണ്. എന്നാൽ ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ ഡേയ്സ് ലോ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ നിന്നും അഡ്വാൻസ് ഒരു എൻട്രി എടുത്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തിരുന്നവർക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടാവാം. ആ തരത്തിൽ മുതിരാതെ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറിയ ടൈമിൽ തന്നെ വാച്ച് ചെയ്ത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കൊടുക്കാൻ ശ്രമിച്ചവർക്ക് തീർച്ചയായും നല്ല ഒരു ട്രേഡാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ആ തരത്തിലൊരു മൂവ് ലഭിച്ചപ്പോൾ വീണ്ടും കിട്ടിയ അപ്പ് മൂവ് എല്ലാം സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഇത് സാമാന്യം നല്ല ഒരു മൂവ്മെന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ പിന്നീടുള്ളതെല്ലാം ഡ്രാഗ് ചെയ്ത് ചെറിയ ലെവലിലേക്ക് മാത്രം റെസിസ്റ്റൻസ് ലെവലുകളിൽ എത്തുന്നു, വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ ലഭിക്കുന്നു. ഈ തരത്തിലാണ് പ്രൈസ് പിന്നീട് മൂവ് ചെയ്തത്. ഓരോ 5 മിനിറ്റ് ക്യാൻഡിലുകൾ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലുകൾ വീണ്ടും വീണ്ടും സെല്ലാകുന്ന ഒരു കാഴ്ചയായിരുന്നു സംഭവിച്ചത്. കൃത്യമായും തിരിച്ചറിഞ്ഞ് പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക് തീർച്ചയായും നല്ല ട്രേഡുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് നൽകാൻ കഴിയുന്ന ഒരു വിശദീകരണം. നിഫ്റ്റി പോലെ തന്നെ മറ്റ് ഇൻഡെക്സുകളും ഇന്ന് നൽകിയിരിക്കുന്ന പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2 ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 25,721 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 25,695 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 25,709 എന്ന മൈനർ റെസിസ്റ്റൻസ് ആണ് ആദ്യത്തെ ടാർഗറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതിലേക്ക് തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 25,809 എന്ന മൈനർ റെസിസ്റ്റൻസ് തന്നെയാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസിംഗ് നൽകുന്നു പ്രൈസ് എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലൊരു മൂവ് ലഭിച്ചാൽ നമുക്ക് ടാർഗറ്റായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലുകളാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 25,657 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് സപ്പോർട്ട് ലെവലുകളായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 57,762 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 57,710 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 57,977 എന്ന ആദ്യത്തെ മൈനർ റെസിസ്റ്റൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 57,977 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ വിവരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് റെസിസ്റ്റൻസ് ലെവലുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 57,651 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കരുതുന്നത്. 83,944 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 83,890 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 84,265 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 84,265 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ വിവരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 83,781 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പിന്നെയും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ നമുക്ക് പുട്ട് ഓപ്ഷൻ വീണ്ടും വാങ്ങാൻ കഴിയുന്നതാണ്. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് കരുതേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. അപ്പോൾ ഇത്രയുമാണ് സാധാരണയായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഇനി 2 ദിവസം മാർക്കറ്റ് അവധിയാണ്. അതിനുശേഷമാണ് മാർക്കറ്റ് ഓപ്പൺ ആവുക. ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ഹൗസിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
നിങ്ങളുടെ പരിശോധനയിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാനും ലെവലുകളും ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പതിവുപോലെ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലൂടെ വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തിങ്കളാഴ്ചയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.